Now we are going straight to Indian cinema. Indian cinema has evolved over time, responding to various social, cultural and political contexts. ധാരാളം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരികമായ സന്ദർഭങ്ങളിൽ അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു സ്വാധീനത്തിൽ ഡെവലപ്പ് ചെയ്തു വന്നതാണ് ഏത് സാംസ്കാരികം സാമൂഹ്യം രാഷ്ട്രീയപരമായ കാര്യങ്ങൾ. അപ്പോൾ ഇവയിലൂടെ വളർന്നു വന്ന ഒന്നാണ് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്. Today, India is the largest film producing country in the world with an annual production of more than 1,000 films. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം കൂടുതൽ സിനിമ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഒരു വർഷം ഏതാണ്ട് 1000-ലേറെ സിനിമകളാണ് ഇന്ത്യയിലെ എല്ലാ റീജിയണൽ ലാംഗ്വേജസിലൂടെ ഇറങ്ങുന്നത്. അതിലേറെ വരും. സോ ടുഡേ ഇന്ത്യ ഈസ് ദി ലാർജസ്റ്റ് ഫിലിം പ്രൊഡ്യൂസിങ് കൺട്രി in the world with an annual production of more than 1,000 films. Cinema has made its presence felt in India as early as 1896. ഇന്ത്യയിലെ സിനിമയുടെ ഒരു പ്രസൻസ് വന്നു 1896 when the first film by Lumiere Brothers was held at a Watson Hotel in Bombay on July 7th of 1896. 1896 നമ്മുടെ ലൂമിയർ ബ്രദേഴ്സ് അവരെടുത്ത ചെറിയ ഷോർട്ട് ഫിലിംസ് ഫാക്ടറിയിൽ നിന്ന് തൊഴിലാളികൾ പോകുന്നതും അതുപോലെ കുതിരപ്പുറത്ത് വരുന്നതും ഓക്കെ അങ്ങനെയുള്ള ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതും അപ്പോൾ അങ്ങനെയുള്ള ആ ചെറിയ വളരെ ഷോർട്ടായ ഫിലിംസിൻ്റെ ഒരു പ്രദർശനം ബോംബെയിലെ വാട്സൺ ഹോട്ടലിൽ 1896 ജൂലൈ മാസം 7-ാം തീയതി നടന്നു. അപ്പോൾ അന്ന് മുതലാണ് ഇന്ത്യയിൽ സിനിമയുടെ ഒരു സാന്നിധ്യം ഉണ്ടായത്. സോ cinema has made its presence felt in India as early as 1896 when the first film by Lumiere Brothers was held at Watson Hotel in Bombay on July 7th. The Times of India, the famous daily, the reputed daily, the Times of India referred to the event as the miracle of the country. രാജ്യത്തിലെ ഒരു മഹാത്ഭുതം എന്നാണ് ദി ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ മാത്രം ഈ വാട്സൺ ഹോട്ടൽ അവതരിപ്പിക്കപ്പെട്ട സിനിമയെ വിശേഷിപ്പിച്ചത്. ദി വെരി ഫസ്റ്റ് ഇന്ത്യൻ ടു മേക്ക് എ ഫിലിം, ദി റെസ്ലേഴ്സ് ഇൻ 1899 വാസ് ഹരിചന്ദ്ര എസ് ഫട്ട് വടേത്കർ. ആദ്യമായി ഇന്ത്യയിൽ ഒരു സിനിമ, ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം റെസ്ലേഴ്സിൻ്റെ ഒരു ഷോർട്ട് ഫിലിം, ഒരു ചെറിയൊരു ഒരു 2 മിനിറ്റുള്ള ഒരു ഫിലിം ഉണ്ടാക്കിയത് 1899 അത് ഇന്ത്യക്കാരനാണ് ഹരിചന്ദ്ര എസ് ഫട്ട് വധേത്കർ എന്ന് പറയുന്ന ആളാണ്. ഹി മെയ്ഡ് ദി ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം, ദി ഫസ്റ്റ് ഇന്ത്യൻ ടു മേക്ക് എ ഫിലിം. The Wrestlers in 1899 was Harichandra S. Vadekar. F.D. Tanawala and Hira Lalsan. F.B. Tanawala and Hira Lalsan produced films in 1900 and 1901 respectively. ഇനി F.B. താനാവാല, ഹീര ലാൽസൻ ബംഗാളി. അവർ സിനിമകൾ 1900 F.B. താനാവാലയും ഹീര ലാൽസൻ 1901 ഒരു സിനിമകൾ ഉണ്ടാക്കിയെന്ന് പറയാം. J.F. മദൻ, എ തിയേറ്റർ stalwart. Stalwart means hard working fellow. J.F. Madan, a theatre stalwart, very hard working businessman, business magnate. His full name was Jamshedji Framji Madan, J.F. Madan, Jamshedji Framji Madan. And he was a Bengali. He was in Calcutta, a theatre stalwart in Calcutta, accomplished a great leap forward with the setting up of Elphinstone Bioscope Company. കൽക്കട്ടയിൽ എൽഫിൻസ്റ്റൺ ബയോസ്കോപ്പ് കമ്പനി സ്ഥാപിച്ചുകൊണ്ട് ഈ സിനിമാ നിർമ്മാണത്തിലേക്ക് ഒരു വലിയ ചുവടാണ് അദ്ദേഹം വെച്ചത്. ആര്? J.F. മദൻ, a theatre stalwart in Calcutta, attempted a great leap. He made a great jump forward with the setting up of
Elphinstone Bioscope Company. The company dominated film production in India for years. ഇന്ത്യയിൽ വർഷങ്ങളോളം ഈ കൽക്കട്ടയിലെ എൽഫിൻസ്റ്റൺ ബയോസ്കോപ്പ് കമ്പനി ഒരുപാട് സിനിമകൾ നിർമ്മിച്ചു. Then the first feature film to be made by an Indian was P.G. Tourne's Pundalik in the year 1912. ആദ്യമായി ഒരു ഫീച്ചർ ഫിലിം, അല്പനേരം ദൈർഘ്യമുള്ളൊരു ഫീച്ചർ ഫിലിം ഉണ്ടാക്കി ഇന്ത്യൻ എന്ന് പറയുന്നത് P.G. ടൂർണെ ആയിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷുകാരനാണ്, ഇന്ത്യയിൽ സെറ്റിൽ ചെയ്ത് ഇംഗ്ലീഷുകാരനായിരുന്നു. പുണ്ടാലിക് എന്നും പറയും, ശ്രീ പുണ്ടാലിക് എന്നും പറയും. പുണ്ടാലിക് ഇൻ ദി ഇയർ 1912. പക്ഷേ അദ്ദേഹത്തിനല്ല ആദ്യത്തെ ഫീച്ചർ ഫിലിം നിർമ്മിച്ച അതുണ്ടാക്കിയ ക്രെഡിറ്റ് പോയത് ഫാൽക്കെക്കാണല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണല്ലോ. അപ്പോൾ the first feature film to be made by an Indian was P.G. Tourne's Pundalik in 1912, or Sri Pundalik. Since it was shot by an Englishman, it was never shown as an independent film. The credit of making the first Indian feature film goes to Dhundiraj Govind Phalke, D.G. Phalke, or Dada Saheb Phalke. Dhundiraj Govind Phalke, whose Raja Harichandra was released in 1913. See, the credit for making the first Indian feature film goes to Dhundiraj Govind Phalke, whose production Raja Harichandra was released in 1913. He was the producer and director. Then, now let us have an overall view of D.G. Phalke and the Desi Enterprise, National Enterprise. സ്വദേശി എൻ്റർപ്രൈസ് അദ്ദേഹത്തിൻ്റെ ദേശീയ സംരംഭവും അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സ്കെച്ച് നമുക്ക് നോക്കാം. Dhundiraj Govind Phalke, popularly known as the father of Indian cinema. He is known as, or he is regarded as the father of Indian cinema, was born on 30th 1870 in the year 1870 in a Brahmin family near Nasik in Maharashtra. Dhundiraj Govind Phalke, popularly known as, how is he popularly known? He is popularly known as the father of Indian cinema. Was born in 1870 in a Brahmin family near Nasik. He was a multi-faceted genius. He was a many-sided genius. That is a drama, teacher, painter, photographer, all rolled into one. He was all these things put together. And he was also well versed in Indian mythology and the epics. അത് മാത്രമല്ല, ഇന്ത്യൻ മിഥോളജിയും അതുപോലെ ഇന്ത്യൻ പുരാണങ്ങളും അദ്ദേഹത്തിന് ഹൃദയസ്ഥമായിരുന്നു. The life of Christ, which he had seen, inspired him to make a film based on the life of Lord Krishna, and the result was the long feature film Raja Harichandra. അദ്ദേഹം ലണ്ടനിൽ വെച്ചൊരു സിനിമ കാണാനിടയായി, ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, which he had seen, inspired him. That film gave him inspiration to make a film based on the life of Lord Krishna. ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ഒരു സിനിമ ഉണ്ടാക്കണമെന്നൊരു ഉൾപ്രേരണ അദ്ദേഹത്തിനുണ്ടായി ലൈഫ് ഓഫ് ക്രിസ്റ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം. It was after watching the film Life of Christ, such an ambition occurred in his mind. And the result was the instant hit film Raja Harichandra. So Raja Harichandra, it became an instant hit due partly to the splendid special effects he created. He created his own accrued special effects in the film. So it was a hit partly due to the special effects he had created in the film. The film paved the way for the popular genre mythologicals. The film Raja Harichandra paved the way for the popular genre called mythological.
mythologicals in the Desi cinema, national cinema. By then, he had his own film company, Falke Films. ഹരിചന്ദ്ര കഴിഞ്ഞപ്പോഴേക്കും സ്വന്തമായൊരു നിർമ്മാണ കമ്പനി അദ്ദേഹം രൂപീകരിച്ചു. ആ സിനിമാ നിർമ്മാണ കമ്പനിയുടെ ആ ബാനറിൻ്റെ പേര് ഫാൽക്കെ ഫിലിംസ് എന്നായിരുന്നു. ഇറ്റ് വാസ് കോൾഡ് ഫാൽക്കെ. വാദിയായ ഹരിചന്ദ്രൻ്റെ കഥ ഇൻസ്റ്റൻറ്റ് സക്സസ് ആയിരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഉപയോഗിച്ച വളരെ ക്രൂഡായിട്ടുള്ള ചില സ്പെഷ്യൽ എഫക്ട്സ് ആണ് അതിൽ. അപ്പോൾ രാജ ഹരിചന്ദ്ര അദ്ദേഹം വിശ്വാമിത്രനോട് വാക്ക് പാലിക്കാൻ വേണ്ടി രാജ്യവും ഭാര്യയെയും കുട്ടികളെല്ലാം ഉപേക്ഷിക്കുന്നു. ആ ഒരു സത്യവാൻ്റെ കഥയാണ് രാജ ഹരിചന്ദ്ര. അത് ജനങ്ങളെ ഏറെ ആകർഷിച്ച ഫിലിമാണ്. ആൻഡ് ഈ സെക്കൻഡ് മിത്തലോജിക്കൽ ഫിലിം വാസ് ഭസ്മാസുർ. ശിവൻ്റെ കയ്യിൽ നിന്നും വരം കിട്ടിയ ഭസ്മാസുർ. ആരുടെ ശിരസിൽ ഭസ്മാസുർ കൈവയ്ക്കുന്ന അയാൾ ഭസ്മമായി മാറും. അത് മോഹിനി ഭസ്മാസുർ. അവസാനം ഈ ഭസ്മാസുരനെ വധിക്കാൻ വേണ്ടി വിഷ്ണു മോഹിനി വേഷം കെട്ടുന്ന കഥ, മോഹിനി ഭസ്മാസുർ. And its success inspired him to make the third film. The second film's success inspired him to make the third film, സാവിത്രി സത്യവാൻ. സാവിത്രി എന്ന് പറയുന്ന ആ പതിവ്രതയുടെ, സത്യവാൻ എന്ന് പറയുന്ന തൻ്റെ ഭർത്താവിൻ്റെ, സ്വയം തിരഞ്ഞെടുത്ത ഭർത്താവിൻ്റെ ആയുസ് സംരക്ഷിക്കാൻ വേണ്ടി കാലദേവനോട് അഭ്യർത്ഥിച്ച് യാത്ര ചെയ്യുന്ന കാലദേവനുമായി സംവാദത്തിലേർപ്പെട്ട അവസാനം തൻ്റെ ഭർത്താവിൻ്റെ ആയുസ് വീണ്ടെടുക്കുന്ന സാവിത്രി സത്യവാൻ സാവിത്രി എന്ന് പറയും. മലയാളത്തിലും സത്യവാൻ സാവിത്രിയുടെ കഥ ഇറങ്ങിയിട്ടുണ്ട്. PG വിശ്വംഭരനായിരുന്നു ഡയറക്ടർ. കമൽഹാസനും ശ്രീദേവിയുമായിരുന്നു അതിലെ അഭിനേതാക്കൾ. പഴയ ഫിലിമാണ്, 80s ഫിലിം, ആദ്യകാലത്തെ ഫിലിംസ് ആയിരുന്നു അത്. സത്യവാൻ സാവിത്രി. Falke went abroad during the First World War to buy electrical equipment. He went to England to buy electrical equipment for cinema, and he could not return because of the war. He could not return soon due to the war. He was all committed to. His mind was totally dedicated to. He was fully dedicated or committed to establishing a സ്വദേശി ഫിലിം എൻ്റർപ്രൈസ്. എല്ലാത്തിലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വിദേശികളെ ആശ്രയിക്കാത്ത, എല്ലാ കാര്യത്തിലും സാങ്കേതികമാണെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മളെ മാത്രം ആശ്രയിക്കുന്ന സ്വദേശി ഫിലിം എൻ്റർപ്രൈസിന് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാം സമർപ്പിച്ച ഫിലിം മേക്കറായിരുന്നു ഫാൽക്കെ, ദാദാ സാഹിബ് ഫാൽക്കെ. സോ ഹി വാസ് ഓൾ കമ്മിറ്റഡ് ടു എസ്റ്റാബ്ലിഷിംഗ് എ സ്വദേശി ഫിലിം എൻ്റർപ്രൈസ്. And in spite of innumerable difficulties, even though he had faced a lot of difficulties, a lot of troubles came in his way, he was able to make his dream come true. He was able to make his dream come true. Later, his Falke Films got merged into Hindustan Film Company. Later on, his Falke Film Company got merged into Hindustan Film Company. രണ്ടും കൂടെ യോജിച്ചു. In 1917, Lengadahanam was released. Mahananda, produced in 1923, was also a big success. മഹാനന്ദ എന്ന് പറയുന്ന സിനിമ അതൊരു സാമൂഹ്യ കഥയായിരുന്നു. മഹാനന്ദ എന്ന് പറയുന്നത് തൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു യുവാവ് അവിടുത്തെ ഗ്രാമത്തിലൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്ന കഥ മഹാനന്ദ. ഇറ്റ് വാസ് ഓൾസോ എ ബിഗ് സക്സസ്. ഹിസ് ലാസ്റ്റ് ഫിലിം വാസ് ഗംഗാവതരൻ. ഗംഗാദേവിയുടെ കഥ പറയുന്ന, ശിവൻ്റെയും ഗംഗാദേവിയുടെയും കഥ പറയുന്ന ഗംഗാവതരൻ. ഇറ്റ് വാസ് ഹിസ് ലാസ്റ്റ് ഫിലിം റിലീസ്ഡ് ഇൻ ദി ഇയർ 1937. His later years were filled with misery and sufferings as he sank into immeasurable financial difficulties. During his last years, he was immersed in a lot of financial difficulties, and his life was one of misery and sufferings. So, his later years were filled with the sufferings and misery because of the financial crisis he faced. And he passed away on February 16th, 1944. In the year 1944, February 16th, he passed away, he died. By the time of his death, the Swadeshi film industry had a solid footing.
with a number of greatly gifted film directors making their mark. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം സമയത്ത് തന്നെ സ്വദേശി ഫിലിം എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ് അതിൻ്റേതായ ഒരു പാദമുദ്ര പതിപ്പിച്ചഴിച്ചിരുന്നു. ഒരുപാട് ഡയറക്ടേഴ്സ് വിദേശികളെ ആശ്രയിക്കാതെ സിനിമ നമ്മുടെ നാട്ടിന് വേണ്ടി നിർമ്മിക്കുവാനും തുടങ്ങി. സോ by the time of his death, the Swadeshi film industry had a solid footing with a number of greatly gifted film directors making their mark. They made their hallmark in the film industry. Filmmakers who gave manure and water to the Swadeshi film movement were Himsanu Rai, B. Shantaram, the Marathi filmmaker, and Mehboob Khan. Then now cinema in 1930s. Let us examine the development of cinema in 1930s. 1930-കളിലെ ഇന്ത്യൻ സിനിമ എങ്ങനെയായിരുന്നു, അതിൻ്റെ പ്രത്യേകത എന്താണ്? ദി സൈലൻറ്റ് ഫിലിം മേക്കിംഗ് എറ എൻഡഡ് ഇൻ 1931. 31 ആയതോടുകൂടി സൈലൻറ്റ് ഫിലിമിൻ്റെ യുഗം അവസാനിച്ചു എന്ന് പറയാം. ദി സൈലൻറ്റ് ഫിലിം മേക്കിംഗ് എറ എൻഡഡ് ഇൻ 1931 when the first talkie film Alam Ara, directed by Ardeshir Irani, the director of Alam Ara, the first talkie in India. The first talkie film in Indian film industry was Alam Ara, directed by Ardeshir Irani. It was released. See, in that year alone, in 1931 alone, the year 1931 saw the release of the first talkie in Indian film Alam Ara, and in that year alone 27 films were made in 4 Indian regional languages. 27 films were made in 4 languages. The 1930s witnessed great innovations and technological developments and stylistics as far as Indian cinema was concerned. You know, the 1930, it was the heyday for Indian cinema because the 1930s witnessed great innovations and developments in technology and stylistics as far as Indian cinema was concerned. Indian cinema stylisticsൻ്റെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലും വമ്പിച്ച വികാസങ്ങളും പുതുമകളും കണ്ടെത്തിയ ഒരു വർഷമായിരുന്നു, അല്ലെങ്കിൽ വർഷങ്ങളായിരുന്നു 1930-കൾ എന്ന് പറയുന്നത്. In 1931, in the same year, the first Telugu film Bhakta Prahlad, then the Tamil film Kalidas and Bengali Jumai Shastri were released. Then Bombay became the new Mumbai, the older Bombay became the busiest film center in the country. അമേരിക്കയിലെ ഹോളിവുഡ് പോലെ ഇന്ത്യയിലെ ബിസിയസ്റ്റ് ഫിലിം മേക്കിംഗ് സെൻറ്ററായി മാറി 30-കളിൽ ബോംബെ became the busiest film center in the country, while Calcutta and Madras, ഇന്നത്തെ കൊൽക്കത്തയും ചെന്നൈയും, Calcutta and Madras became popular film centers in the regional languages. റീജിയണൽ ലാംഗ്വേജസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റേഴ്സായിരുന്നു ചെന്നൈയും അതുപോലെ തന്നെ കൽക്കട്ടയും. സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നിർമ്മിക്കപ്പെട്ടിരുന്ന ചെന്നൈയിൽ സ്റ്റുഡിയോകളിലാണ്. ധാരാളം സ്റ്റുഡിയോകൾ ചെന്നൈയിലുണ്ട്. മലയാള സിനിമയും അവിടെയായിരുന്നു. മലയാള സിനിമ അടുത്ത കാലത്താണ് നമ്മുടെ കേരളത്തിലേക്ക് പറിച്ചു നടപ്പെട്ടത്. ഇപ്പം എറണാകുളം ബേസ് ചെയ്താണ് കൂടുതൽ മലയാള സിനിമകളും വേണ്ട ടെക്നോളജിക്കൽ സംവിധാനങ്ങളൊക്കെ ലഭ്യമായ എറണാകുളം ബേസ്ഡാണ് സിനിമകളൊക്കെ ഇന്ന് നിർമ്മിക്കപ്പെടുന്നത്. പണ്ട് ചെന്നൈയിലായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ മദ്രാസിലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മലയാളി നടിനടന്മാരും സാങ്കേതിക പ്രവർത്തകർ താമസിച്ചിരുന്നതും മദ്രാസിലായിരുന്നു. കർണാടകയിലെയും തെലുങ്ക്, തമിഴ്, മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും മദ്രാസിലായിരുന്നു. അപ്പം റീജിയണലായ 2 ഫിലിം സെൻറ്റേഴ്സ് കൽക്കട്ടയും മദ്രാസുമായിരുന്നു. കൽക്കട്ട ആൻഡ് മദ്രാസ് became popular film centers in regional languages. The invention of sound into the cinema generated
an increasing emphasis in music and so. സൗണ്ട് മിക്സിങ് കണ്ടുപിടിച്ചതോടുകൂടി പിന്നെ പാട്ടിനും മ്യൂസിക്കിനും പ്രാധാന്യം ഉണ്ടായി സിനിമയിൽ. സംസാര സിനിമയാണെങ്കിലും ആദ്യം പാട്ടിനും മ്യൂസിക്കിനും സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. സൗണ്ട് മിക്സിങ് വന്നതോടുകൂടി, സൗണ്ടിൻ്റെ ഇൻവെൻഷനോടുകൂടി സിനിമയിൽ പാട്ടും മ്യൂസിക്കും വളരെ പ്രാധാന്യമുള്ള ചില സിനിമകളിൽ അന്ന് 15 പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നത്. ഡാൻസും പാട്ടും ആടി തിമിർക്കാൻ തുടങ്ങി. So the invention or the introduction of sound into the cinema created an increasing emphasis on music and so. The 1930s saw the period 1930s saw the emergence of films with the social themes that affected day-to-day living. നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന സാമൂഹ്യ സിനിമകളും 1930കളിൽ പുറത്തിറങ്ങാൻ തുടങ്ങി. ദി 1930s ഓൾസോ സോ ദി എമർജൻസ്, ദി കമ്മിങ് ഔട്ട് ഓഫ് ഫിലിംസ് വിത്ത് സോഷ്യൽ തീംസ് ദാറ്റ് അഫക്റ്റഡ് ഡേ ടു ഡേ ലിവിംഗ്. ദി എമർജൻസ് ഓഫ് ഫിലിംസ് വിത്ത് സോഷ്യൽ തീംസ് ഇവൻച്വലി റിസൾട്ടഡ് ഇൻ ദി അപ്പിയറൻസ് ഓഫ് ബിഗ് പ്രൊഡക്ഷൻ കമ്പനീസ് ഓർ ബാനേഴ്സ് ലൈക്ക് ബോംബെ ടോക്കീസ്, പ്രഫാദ്, ന്യൂ തിയേറ്റർ. So these were some of the important banners or film production companies which created mythological films as well as social films. So the emergence of films with the social themes resulted in the appearance of big production companies or banners like Bombay Talkies, Prafad, New Theatre, etc. B. Shantaram's Amrut Mandan ഒരു സോഷ്യൽ ഫിലിമാണ്. അമൃത് മന്ദൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിൽ ചിത്രീകരിക്കുന്ന സിനിമ. ശാന്തറാമിൻ്റെ ദുനിയാനാമാനെ. ദെൻ PC ബറുവാസ് ദേവദാസ്, അതായത് പ്രേമിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ, സ്നേഹം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ മദ്യപാനിയായി മാറി ജീവിതം നശിപ്പിക്കുന്ന ദേവദാസിൻ്റെ കഥ. ദേവദാസ് എന്ന് പറയുന്ന നോവലിനെ ആധാരമാക്കിയുള്ള കഥ. അത് ആദ്യമായി ആയതായിരുന്നു 38-ലാണ്. പിന്നെ 2002 ദേവദാസ് ഇന്ത്യയിൽ വീണ്ടും വന്നു, ഷാരൂഖ് ഖാൻ നായകനായിട്ട്. പിന്നെ പല ലാംഗ്വേജസിൽ ദേവദാസ് ഇറങ്ങിയിട്ടുണ്ട്, പല രൂപത്തിൽ, പല അഡാപ്റ്റേഷൻസിൽ വന്നിട്ടുണ്ട്. സോ ദി ഫസ്റ്റ് ദേവദാസ് വാസ് ഡയറക്റ്റഡ് ബൈ PC ബറുവാസ് ദേവദാസ്, ബംഗാളി ഫിലിം മേക്കർ. PC ബറുവാസ് ദേവദാസ് in 1938. Then Mahmood Khan's Bombay Wala, Mahmood Khan's Vadan, Mukham, and Aurat, Stree, etc. She treated burning social issues. ഈ മഹമ്മൂദ് ഖാൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായ സിനിമ മദർ ഇന്ത്യ. എക്കാലത്തെ ഒരു ഹിറ്റായിരുന്നു മദർ ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന 2 സിനിമകളായിരുന്നു വദനും ഔരത്തും. Then the interplay between tradition and modernity in various forms began to interest Indian filmmakers as is evident in films like Maya, Mansil, മൻമോഹൻ എക്സെട്ര. പിന്നീട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഈ സിനിമയിൽ തന്നെ ഈ പാരമ്പര്യവും അതുപോലെ തന്നെ മോഡേണിറ്റിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. പാരമ്പര്യ ഘടകങ്ങളും മോഡേണിറ്റിയും. പഴഞ്ചനാളും അല്ലെങ്കിൽ പുതിയൊരു നായകൻ എന്ന് പറഞ്ഞാൽ പട്ടിക്കാട്ടുകാരൻ, ഗ്രാമപ്രദേശത്തുകാരൻ, നായിക എന്ന് പറഞ്ഞാൽ നഗരത്തിലെ, അല്ലെങ്കിൽ തിരിച്ച്. അങ്ങനെയുള്ള ധാരാളം സിനിമകൾ ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും ധാരാളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ ഇറങ്ങി. തമിഴിലാണെങ്കിൽ പട്ടിക്കാട പട്ടണമ, അതുപോലെ കമൽഹാസൻ്റെ സകലകലാവല്ലഭൻ, അങ്ങനെ ധാരാളം സിനിമകൾ. ഹിന്ദിയിലും ധാരാളം സിനിമകൾ ഇറങ്ങി. അതൊരു രസകരമായൊരു കാഴ്ചയായിരുന്നു അന്നത്തെ കാലത്ത്. ദ ഇൻ്റർപ്ലേ between tradition and modernity in various forms began to interest Indian filmmakers. As is evident, it is very clear in these films like Maya എന്ന് പറയുന്ന സിനിമ, മായ, മൻസിൽ, മൻമോഹൻ, ഇതൊക്കെ ഈ നഗരവും ഗ്രാമവും അല്ലെങ്കിൽ മോഡേണിറ്റിയും ട്രഡീഷനും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ച് പറയുന്ന സിനിമകളായിരുന്നു. Then Western influences were there in Indian popular cinema in the late 1930s. 1930കളിൽ തന്നെ ഉണ്ടല്ലോ വെസ്റ്റേൺ ഫിലിംസിൻ്റെ
പടിഞ്ഞാറൻ സിനിമകളുടെ വമ്പിച്ച സ്വാധീനം ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. വെസ്റ്റേൺ ഇൻഫ്ലുവൻസസ് വെയർ ദെയർ in Indian popular films in the late 1930s. It is very evident in the film that depicted a stunt woman's daredevilry. Daredevilry means great adventure. വളരെ ഭീകരമായ സാഹസികത്വത്തിനാണ് ഡെയർഡെവിൾറി എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അക്കാലത്ത് ഫിയർലെസ് ദി ഹണ്ടർ വാലി സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റണ്ട് വുമണ്ട്, ഒരു സ്ത്രീ തോക്കുമായിട്ട് 2 ഉറകളിൽ 2 തോക്ക് വെച്ച് ഇങ്ങനെ സ്റ്റണ്ട് ചെയ്യുന്ന ഒരു സിനിമ ഇറങ്ങി. അത് വെസ്റ്റേൺ ഫിലിംസിൻ്റെ സ്വാധീനം മൂലമുള്ള സിനിമയായിരുന്നു. വെസ്റ്റേൺ ഇൻഫ്ലുവൻസസ് വെയർ ദെയർ ഇൻ ഇന്ത്യൻ പോപ്പുലർ സിനിമ ഇൻ ദി ലേറ്റ് 1930s. ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ഇൻ ദി ഫിലിം ദാറ്റ് ഡെപ്പിക്റ്റഡ് എ സ്റ്റണ്ട് വുമൺസ് ഡെയർഡെവിൾറി. വളരെ സാഹസികമായ കാര്യങ്ങൾ. ഏത് സിനിമയായിരുന്നു അത്? ഫിയർലെസ് ദി ഹണ്ടർ വാലി സ്റ്റോറി. പിന്നീട് പല ലാംഗ്വേജസിൽ പിന്നീട് പിൽക്കാലത്തും ഈ സ്ത്രീകൾ ഇങ്ങനെ സ്റ്റണ്ട് സ്ത്രീകളുടെ സിനിമകൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. തെലുങ്കിൽ അടുത്ത കാലത്ത് ഒരു സ്റ്റണ്ട് വുമണായിരുന്നു വിജയശാന്തി. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ റോക്കറ്റ് റാണി, ബുള്ളറ്റ് റാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റണ്ട് വിമൻ്റെ അവർ കഥാപാത്രങ്ങളായ സിനിമകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിന് തുടക്കം കുറിച്ചതെന്ന് പറഞ്ഞാൽ ഫിയർലെസ് ദി ഹണ്ടർ വാലി സ്റ്റോറി എന്ന് പറയുന്ന ഫിലിമാണ്. ദെൻ തൂഫാൻ മെയിൽ, മറ്റൊരു സ്റ്റണ്ട് പടം തൂഫാൻ മെയിൽ, ഒരു ട്രെയിൻ സ്റ്റോറി തൂഫാൻ മെയിൽ എറ്റ്സെട്ര. സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഗോട്ട് എ ന്യൂ ഫിലിപ്പ് മീൻസ് സ്റ്റിമുലസ്. സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു പുതിയ ഉത്തേജനം കിട്ടിയത് വിത്ത് ചന്ദ്രലേഖ, ഡയറക്റ്റഡ് ബൈ SS വാസൻ. SS വാസൻ്റെ വളരെ പ്രശസ്തമായ തമിഴ് സിനിമയായിരുന്നു ചന്ദ്രലേഖ. അത് ഹിന്ദിയിലും എടുത്തിട്ടുണ്ട്. ചന്ദ്രലേഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മൊമെൻ്റസ് ആയ ഒരു രംഗം എന്ന് പറഞ്ഞാൽ ഡ്രം ഡാൻസ്. 100 കണക്കിന് ഡ്രം കൊണ്ടുവച്ച് അതിൻ്റെ മുകളിൽ നർത്തകികൾ ഡാൻസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതിന് വലിയൊരു മിസ്റ്ററി ഉണ്ടായിരുന്നു. SS വാസൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫിലിം പേഴ്സണാലിറ്റിയാണ്, ബിസിനസ് മാഗ്നറ്റാണ്. ഹിന്ദിയിലും തമിഴിലും ധാരാളം സിനിമകൾ അദ്ദേഹം ഹിന്ദിയിലും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, തമിഴിലും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. SS വാസൻ. ദെൻ ദി ഫസ്റ്റ് ഇന്ത്യൻ കളർ ഫിലിം കിസാൻ കന്യ വാസ് റിലീസ്ഡ് ഇൻ 1937. 1937 കിസാൻ കന്യ എന്ന് പറയുന്ന ആദ്യത്തെ ഇന്ത്യൻ കളർ ഫിലിം കിസാൻ കന്യ. അതിൽ സിനി കളർ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ കളറാണ് ഉപയോഗിച്ചിരുന്നത്. കിസാൻ കന്യ which used സിനി കളർ, എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് കളർ പാറ്റേൺ, റിലീസ്ഡ് ഇൻ the year 1937, which is the first Indian color film, കിസാൻ കന്യ. കിസാൻ കന്യ, the agriculturist girl, കിസാൻ കന്യ. It was released in the year 1937. So this is about Indian film in 1930s. Okay, study all these things well.